അവൾ അവിടേക്ക് വന്നിരുന്നു. അവൻ ഫോണിൽ എന്തോ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവൾ ആ ഹോട്ടലിന് ചുറ്റും ഒന്ന് നോക്കി. മാതാവേ, എന്ത് വലിയ ഹോട്ടലാണ്! താൻ ലൈഫിൽ ഒരിക്കൽ പോലും ഇത്രയും വലിയൊരു ഹോട്ടൽ വന്ന് ആഹാരം കഴിച്ചിട്ടില്ല. അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ തൻ്റെ ഫോൺ എടുത്തു. പിന്നെ ഫെലിക്സിന് മെസ്സേജ് അയച്ചു. എല്ലാം അപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് പറയണമെന്ന് അവൻ അവളെ ഓർമ്മിപ്പിച്ചിരുന്നു. ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ആദിയുടെ കണ്ണുകൾ പെട്ടെന്ന് ആമയിലേക്ക് ചെന്നെത്തി. നിനക്ക് 24 മണിക്കൂറും ഈ ഫോൺ മാത്രമേ ഉള്ളോ? അവൻ ദേഷ്യത്തോട് അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. അവൻ ആരാണ് തന്നെ ചോദ്യം ചെയ്യാനെന്നുള്ള ഭാവം അവളുടെ മനസ്സിലേക്ക് വന്നു. നിനക്ക് അവൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനായിരുന്നെങ്കിൽ അവൻ ബാക്കി പറയാതെ പെട്ടെന്ന് നിർത്തി. അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു. സാർ എന്താ പറഞ്ഞത്? അവൾ അവനോട് ചോദിച്ചു. അതിന് അവനൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അവൻ ഓർഡർ ചെയ്ത സാധനങ്ങളായിട്ട് വെയിറ്റർ അങ്ങോട്ട് വന്നു. അയാൾ തന്നെ ആമിക്കും ആദിക്കും ഫുഡ് സെർവ് ചെയ്ത് കൊടുത്തു. അതുവരെയും ആമി ഒന്നും മിണ്ടാതെ തന്നെയിരുന്നു. സാർ എന്താ ഇപ്പോൾ പറഞ്ഞത്? അയാൾ പോയത് മാമി വീണ്ടും അവനോട് ചോദിച്ചു. മിണ്ടാതിരുന്ന് കഴിക്ക്. അതിന് മറുപടി പറയാതെ അവൻ പറഞ്ഞു. എനിക്ക് സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നതിന് സാറിന് എന്താ പ്രശ്നം? അതോ ഒരാഴ്ച മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും അഴിഞ്ഞാടി നടക്കുകയാണെന്നാണോ സാറ് പറയുന്നത്? അവൾ കുറച്ച് കടുപ്പിച്ച് തന്നെ അവനോട് ചോദിച്ചു. ഇതൊരു ഹോട്ടലാണ്. സ്റ്റാൻഡേർഡുള്ള വലിയ വലിയ ആൾക്കാരാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാതെ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. അവൻ വീണ്ടും അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. താനായിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും യാത്ര തിരിച്ചു. വൈകിട്ടോടെയാണ് അവർ വലിയൊരു ഹോട്ടലിന് മുൻപിലെത്തിയത്. 2 ദിവസം ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇറങ്ങ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാൻ പോയില്ല. കോ ഡ്രൈവർ സീറ്റിന്റെ ഡോറ് തുറന്നുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവൻ ലഗേജും മറ്റും എടുത്തു വെച്ചിരുന്നു. അതിലുണ്ടായിരുന്ന അവളുടെ ഒരു ബാഗ് അവൻ കൈകളിലെടുത്തു. അപ്പോഴേക്കും ഹോട്ടലിൽ നിന്നും ഒരു ലേഡി സ്റ്റാഫും പുരുഷനും ഇറങ്ങി വന്നു. അവർ ആമയുടെയും ആദിയുടെയും കയ്യിൽ നിന്നും അവരുടെ ലഗേജ് വാങ്ങി. അവൻ റിസപ്ഷനിലേക്ക് പോയി 2 മുറിയുടെ കീ വാങ്ങി. ശേഷം മുറിയിലേക്ക് നടന്നു. അവളും അവൻ്റെ ഒപ്പം തന്നെ വെച്ച് പിടിച്ചു. അവൻ ആദ്യം അവൾക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ് തുറന്നു കൊടുത്തത്. ഇതാ നിന്റെ റൂം, നെക്സ്റ്റ് വൺ ആണ് എൻ്റേത്. അവൻ അവളോട് പറഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല. ഹോട്ടലിൽ വെച്ച് അവൻ പറഞ്ഞ കാര്യത്തിൽ അവൾക്ക് നന്നായിട്ട് ദേഷ്യമുണ്ടെന്ന് അവളുടെ പല രീതികളിൽ നിന്നും അവന് മനസ്സിലായി. നിനക്കെന്താ നാവില്ലേ? അവൾ അവനോട് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ട അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറയാതെ അവൾ ആ മുറിയിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ ഭിത്തിയോട് അടുപ്പിച്ചു. സാർ എന്താ ഈ കാണിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്കെന്താ പ്രശ്നം? അവൻ ദേഷ്യത്തോട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. ദയവുചെയ്ത് ഒന്ന് വെറുതെ വിട്. അവൾ ദേഷ്യത്തോട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ നിന്നെ വെറുതെ വിടാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? അവൻ അവളുടെ 2 കൈയിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. ഈ സ്വഭാവം കൂടെ ആയതുകൊണ്ടായിരിക്കും ആ പെണ്ണ്. അവൾ ബാക്കി പറയാതെ നിർത്തി. അതും കൂടി കേട്ടതും അവന് ദേഷ്യം ഇരച്ചു കയറി. എന്താടി പറഞ്ഞത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എന്താ പറഞ്ഞതെന്ന് സാർ കേട്ടില്ലേ? നിങ്ങൾ എന്തിനാ എൻ്റെ ശരീരത്തെ ഇങ്ങനെ തൊടുന്നത്? എൻ്റെ ശരീരത്തിൽ കൈവെക്കാൻ ഞാൻ ആർക്കും ഒരു ലൈസൻസും കൊടുത്തിട്ടില്ല. ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് അവൻ്റെ ദേഷ്യവും ഇരട്ടിയായി വർദ്ധിച്ചു. ഞാൻ നിന്റെ ശരീരത്തിൽ തൊട്ടാ നീ എന്ത് ചെയ്യും? അവൻ വാശിയോടെ അവളോട് ചോദിച്ചു. നിങ്ങൾ ഈ ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന കൈകൾ വിട്ടതിന് ശേഷം എന്നെ തൊട്ടു നോക്ക്. അപ്പം അറിയാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അവൾ പറഞ്ഞതും ഒരു നിമിഷം അവൻ്റെ കൈകൾ അയഞ്ഞു. അത്ര ദൃഢമായിരുന്നു ആ പെണ്ണിൻ്റെ വാക്ക്. അവളുടെ കണ്ണുകളിൽ അഗ്നിയാണെന്ന് അവന് തോന്നിപ്പോയി. എങ്കിലും അവളുടെ മുൻപിൽ മുട്ടുമടക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ ദേഷ്യത്തോട് അവളുടെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് തള്ളി. അവൾ നേരെ ചെന്ന് വീണത് തറയിലേക്കാണ്. ആദ്യം പകച്ചു പോയെങ്കിലും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അകത്തേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തിരുന്നു. നിന്റെ ശരീരത്തിൽ തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? അവൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറി. പറയടി, നീ എന്ത് ചെയ്യും? എൻ്റെ സാമ്രാജ്യത്തിൽ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കുന്നോ നീ? അതും നിന്നെപ്പോലൊരു പീറപ്പെണ്ണ്. അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ആരെയും വെല്ലുവിളിച്ചതല്ല സാർ. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. അങ്ങനെ തൊട്ടാൽ വിവരമറിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. സാറിനോട് പുറത്തു വെച്ച് പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടാ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അധികാരവും പവറും ഒക്കെ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് എന്നെ ചിലപ്പോൾ ശിക്ഷിക്കുമായിരിക്കും. എന്നാലും പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കില്ല. അവൾ എവിടുന്നോ വന്ന ധൈര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ ചെകിട്ടത്ത് അടി കിട്ടുന്നത് പോലെയാണ് അവന് തോന്നിയത്. അവളുടെ മുൻപിൽ താൻ നാണം കെട്ടു പോകുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവന് വാശിയായി മാറി. എങ്കിൽ എനിക്കതൊന്ന് കാണണം. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചവളെ എഴുന്നേൽപ്പിച്ചു. നിന്റെ ദേഹത്ത് തൊട്ടാ നീ എന്തോ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടല്ലോ. അവൻ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തിരികെ
പെട്ടെന്നാണ് പുറത്ത് കോളിംഗ് ബെല്ല് കേട്ടത്. അത് കേട്ടതും അവർ പരസ്പരം ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അവളുടെ കയ്യിൽ നിന്നുമുള്ള പിടിവിട്ടു. അവർക്ക് വേണ്ടിയുള്ള ഫുഡിന്റെ ലിസ്റ്റ് എടുക്കാൻ റൂം ബോയ് വന്നതായിരുന്നു. അവളോട് ചോദിക്കാതെ തന്നെ രാത്രിയിൽ വേണ്ടുന്ന ഫുഡൊക്കെ അവൻ തന്നെ ഓർഡർ കൊടുത്തു. ആ പയ്യൻ പോയതും അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അപ്പോഴും അതേ ദേഷ്യത്തോടെയോ എന്തൊക്കെയോ വിഷമത്തോടെയോ ഒക്കെ നിൽക്കുകയായിരുന്നു. അവളെ ഒന്നുകൂടി ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അവൻ റൂം അടച്ചിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. അവൻ പോയതും അവൾ വാതിൽ ലോക്ക് ചെയ്തതിനു ശേഷം കട്ടിലിലേക്ക് വന്നിരുന്നു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ താനിതൊക്കെ ആരോട് പറയാനാണ്? വീട്ടിൽ വിളിച്ച് പറയാനാണെങ്കിൽ മമ്മിയും ജുവാനെയും വിഷമിക്കുമെന്ന് അവൾക്കറിയാം. സാൻഡ്രയോട് പറഞ്ഞാൽ ഇയാളുടെ അടുത്ത് നിന്ന് തിരികെ ചെല്ലാൻ മാത്രമേ അവൾ പറയുകയുള്ളൂ. ഫെലിക്സിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് വെച്ചാൽ അവൻ ചിലപ്പോൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. തനിക്ക് വേണ്ടി കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് ഫെലിക്സ്. മറ്റാരോടാണ് താൻ തൻ്റെ വിഷമങ്ങളൊക്കെയും തുറന്നു പറയേണ്ടത്? അവൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു. ആമി. അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നവൻ സംശയത്തോടെ അവളെ നോക്കി വിളിച്ചു. എന്തായി ചായ? അവൾ അതിന് മറുപടി എന്ന പോലെ അവനോട് ചോദിച്ചു. ഞാൻ മോളോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. എന്തോ വശപിശക്ക് ചോദിക്കാനാണെന്ന് തോന്നുന്നല്ലോ മോനെ. അവൾ അവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. എടി പെണ്ണെ, ഞാൻ തമാശയല്ല, സീരിയസ് ആയിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ സ്വയം തൻ്റെ വാ പൊത്തുന്നത് പോലെ ആക്ഷൻ കാണിച്ചു. നീ ഒന്ന് പോയേ ആമി, സീരിയസ് ആയിട്ട് പറയുമ്പോൾ നീ എന്താ തമാശ കളിക്കുകയാണോ? അവൻ ദേഷ്യത്തോട് അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ച പോവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ, നിൽക്ക്. അതും പറഞ്ഞ് അവളവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ചോദിക്കാൻ വന്ന ചോദ്യം ചോദിച്ചിട്ട് പോയാൽ മതി. അവൾ അവനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. നീ സത്യം പറയണം. അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി. ഈ ചെറുക്കന് മുമ്പാകെ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഇത് സത്യം സത്യം സത്യം. അവൾ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. എടി പെണ്ണെ, നിനക്ക് എപ്പോഴെങ്കിലും എന്നെ വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. എന്താ ഇപ്പോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം? അത് കേട്ട് അവൾ തൻ്റെ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു. ആദ്യം നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ അവളെ നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നിമിഷം വരെയും ഇച്ചായനെ വേണ്ടായിരുന്നു എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. എൻ്റെ ഇച്ചായൻ്റെ ഭാഗ്യമല്ലേ? അവൾ കുറുമ്പോട് അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത് നിനക്ക് സങ്കടമായോ? അവൻ വിഷമത്തോടെ അവളുടെ കവളിൽ കൈവച്ചു. എനിക്ക് അപ്പോഴേ തോന്നി ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന്. അവൾ കപടദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറവണ്ണേ. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. എൻ്റെ ഇച്ചായ, അത് നമ്മൾ തമാശയ്ക്ക് വഴക്കൂടിയതല്ലേ. ഇന്ന് വരെ ഇച്ചായൻ എന്നെ സീരിയസ് ആയിട്ട് വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ ഞാൻ വിഷമമായോ ഇല്ലയോ എന്ന് പറയേണ്ടത്? അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആമി, ഇന്ന് നമ്മൾ തമാശയ്ക്കാണ് വഴക്ക് കൂടിയത്. പക്ഷെ എനിക്കെന്തോ അത് ഫീലായിപ്പോയി. തമാശയ്ക്ക് പോലും നിന്നെ വഴക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ആമി. സ്നേഹത്തോടെ അല്ലാതെ നിന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും, എന്തിന് നിന്റെ ശരീരത്തിലൊന്ന് അമർത്തി പിടിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞാലും നിന്റെ മമ്മിയോ എൻ്റെ മമ്മിയോ നമ്മുടെ ഫാമിലിയിലുള്ള ആരാണെങ്കിലും നിന്നെ ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം അത്രയ്ക്കും ജീവനാ എനിക്കെൻ്റെ പെണ്ണ്, എൻ്റെ ആമിക്കുട്ടി. അതും പറഞ്ഞ് അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളും തിരികെ അവനെ ചേർത്ത് പിടിച്ചു. പഴയ കാര്യങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ ഇച്ചായൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ആരും ദേഷ്യത്തോടെ നോക്കുന്നത് കൂടി ഇച്ചായനെ സഹിക്കില്ലായിരുന്നു. അതുപോലെയാണ് തന്നെ കൊണ്ടു നടന്നതെന്ന് അവൾ ഓർത്തു. ചിലപ്പോൾ ആ മനുഷ്യൻ തന്നെ ഇത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ദൈവം നേരത്തെ വിളിച്ചതെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഫെലിക്സ് ആണെന്ന് മനസ്സിലായതും അവൾ കോൾ എടുത്തു. ഹാമി, നീ ഓക്കെ അല്ലേ? എടുത്ത പാടെ അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഇച്ചായൻ പോകുന്നതിന് മുൻപേ ഒരു പക്ഷേ ഇച്ചായനെ ഏൽപ്പിച്ചതായിരിക്കും അവനെ എന്ന് അവൾക്ക് അവൻ്റെ ആ ഒറ്റ ചോദ്യത്തിൽ തോന്നിപ്പോയി. ഇച്ചായൻ്റെ ഒപ്പം വരില്ലെങ്കിൽ പോലും തൻ്റെ കണ്ണ് നിറയാൻ സമ്മതിക്കാത്തവനാണ് അവൻ. തൻ്റെ സഹോദരനോ സുഹൃത്തോ ചിലപ്പോൾ അതിനൊക്കെ മുകളിലാണ് അവൻ്റെ സ്ഥാനം. ഇന്ന് ഈ ലോകത്ത് താൻ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം പേരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അവനാണ്. ഫെലിക്സ്, അവൾ വിളിച്ചു. എന്താടി, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവളുടെ വിളി കേട്ട് അവൻ സംശയത്തോട് ചോദിച്ചു. എന്നാൽ ആമയ്ക്ക് ഒന്നും തന്നെ അവനോട് പറയാൻ തോന്നിയിരുന്നില്ല. പറഞ്ഞാൽ അവനൊന്നും നോക്കാതെ ഈ ഹോട്ടലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഏയ്, അയാളെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അയാൾ എൻ്റെ മുറിയുടെ അടുത്തുള്ള മുറിയിൽ തന്നെയാ. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറണം. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു നിനക്ക്? അവൾ അവൻ്റെ വിശേഷം ഓരോന്നും ചോദിച്ചു. അവൻ അതിനെല്ലാം അവൾക്ക് മറുപടി നൽകി. ഫെലിക്സ്, ഋതു പിന്നെ എപ്പോഴെങ്കിലും നിന്നെ വിളിച്ചിരുന്നോ? നീ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തായിരുന്നോ? ആമി സംശയത്തോടെ അവനോട് ചോദിച്ചു.
ഇല്ല അമ്മി, അവളെന്നെ വാട്സപ്പിലും മറ്റും ബ്ലോക്ക് ചെയ്തിരിക്കുക. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനാടി അങ്ങോട്ട് കയറി ശല്യപ്പെടുത്താൻ പോകുന്നത്? ഇത് നീയുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുന്നോ അന്ന് മാത്രമേ അവൾ എന്നോട് പഴയതുപോലെ പെരുമാറുള്ളൂ. അതെന്തായാലും ഈ ജന്മത്തിൽ നടക്കാനും പോകുന്നില്ല. അവൻ അവളോട് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമല്ലാത്തതെങ്കിൽ ആമി ബാക്കി പറയാൻ നിർത്തി. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ബാക്കിയും കൂടി പറഞ്ഞൂടെ? നീ കാരണമാണെങ്കിൽ നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൂ ആമി. ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്നെയാണ് ഞാൻ ആദ്യം കണ്ടത്. പരിചയപ്പെട്ടതും സംസാരിച്ചതും ഒക്കെ നിന്നോടാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നത്. നീ എത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അവളും എൻ്റെ ലൈഫിലേക്ക് വന്നത്. എന്നിട്ടിപ്പോൾ പാതി വഴിയിൽ നിന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതും ഈ ഒരു സിറ്റുവേഷനിൽ. ഞാൻ ആലോചിക്കുന്നത് അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും തോന്നുന്നു എന്നാണ്. അതിനർത്ഥം അവൾ എന്നെ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ ആമി? ഒരു പെണ്ണിൻ്റെ ലൈഫിലേക്ക് കൂടെ കൂട്ടിയിട്ട് എന്താ ആമി കാര്യം? കല്യാണം എന്നത് 2-3 ദിവസത്തേക്കോ ആഴ്ചകൾക്കോ വേണ്ടിയുള്ളതാണോ? അത് ലൈഫ് ലോങ് വേണ്ടതല്ലേ ആമി? അപ്പോൾ നാളെ ഞാൻ അവളെ വിവാഹം ചെയ്താൽ നീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. നിനക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്നെ വേണ്ട എന്നാണെങ്കിൽ ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷെ അന്ന് ഞാനും നീയും തമ്മിലുള്ള ബന്ധവും അവസാനിക്കും. എന്താ, നിനക്കത് സമ്മതമാണോ? അവൻ സംശയത്തോടെയും കുറച്ച് ദേഷ്യത്തോടെയും അവളോട് ചോദിച്ചു. ഞാൻ അങ്ങനെ അല്ലടാ ഉദ്ദേശിച്ചത്. അവൾ പറഞ്ഞ കാര്യങ്ങൾ അവനെ ഫീലായെന്ന് മനസ്സിലായതും അവൾ അവനോട് പറഞ്ഞു. സാരമില്ല, നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയാം. നിന്റെ സ്ഥലത്ത് ഞാനാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അവനും അവളോട് മറുപടി പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണോ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ നീ എന്നോട് മിണ്ടാതിരുന്നത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എടി, അതിൻ്റെ കാരണമൊക്കെ ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞതല്ലേ. നീ വിവാഹം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് ചെന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അതിനിടെ ഞാൻ നിന്നെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്താൽ അത് ആ വീട്ടുകാരൻ നിന്നെ കെട്ടുന്നാളും എന്ത് വിചാരിക്കും? അതുകൊണ്ടാണ് കുറച്ച് നാൾ നിന്നിൽ നിന്നും ഞാൻ മാറി നിന്നത്. അവൻ അവളോട് മറുപടി പറഞ്ഞു. ഇപ്പം ഞാനും അതന്നെയല്ലേടാ നിന്നോട് പറയുന്നത്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാനും ഇപ്പം മാറി നിൽക്കാമെന്ന് നിന്നോടും പറയുന്നത്. ആമി പ്ലീസ്, നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വിടാം. നീ നിന്റെ കടുവ സാറിൻ്റെ കാര്യം പറ. പോകുന്ന വഴി അങ്ങേരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? നിങ്ങൾ എന്തെങ്കിലും പരസ്പരം സംസാരിച്ചോ? അവൻ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അവളോട് ചോദിച്ചു. അവനെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ ആ ടോപ്പിക്ക് വിട്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആദ്യ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അവൻ വിളിക്കുന്ന സമയം മുതൽ അവൾ മറ്റൊരു കോളിലാണ്. ആദ്യം തന്നെ വിളിക്കുന്നുണ്ടെന്നോ ഒന്നും അറിയാതെ ഫെലിക്സിനോട് അന്നത്തെ വിശേഷങ്ങൾ ഓരോന്നും പറയുകയായിരുന്നു അവൾ.